നമസ്കാരം. കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ PM ശ്രീയിൽ കേരളം ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുട്ടികൾക്ക് അവകാശപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് തടഞ്ഞുവെച്ചുള്ള കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് ഈ കരാറെന്ന് മന്ത്രി വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാത്തതിനെ തുടർന്ന് കേന്ദ്രം തടഞ്ഞുവെച്ച സംസ്ഥാനത്തിന്റെ സർവശിക്ഷാ ഫണ്ടിലൂടെ ഇതുവരെ 1158.13 കോടി രൂപയുടെ നഷ്ടം കേരളത്തിനുണ്ടായതായി മന്ത്രി ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഇപ്പോൾ കരാറിൽ ഒപ്പുവെച്ചതോടെ 1476 കോടി രൂപ അധികമായി ലഭിക്കുമെന്നും സർവശിക്ഷാ പദ്ധതി പ്രകാരം 971 കോടി രൂപ കൂടി ലഭ്യമാകുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. സൗജന്യ യൂണിഫോം, അലവൻസുകൾ തുടങ്ങിയ കാര്യങ്ങളെ ഫണ്ട് തടഞ്ഞുവെച്ചത് സാരമായി ബാധിച്ചിരുന്നുവെന്നും കുട്ടികളുടെ ഭാവിയെ പന്താടി ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാൻ സർക്കാർ തയ്യാറല്ലെന്നും മന്ത്രി ശിവൻകുട്ടി പ്രസ്താവിച്ചു. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഫണ്ടല്ലെന്നും സംസ്ഥാനത്തിന് അവകാശപ്പെട്ട ഫണ്ടുകളാണെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ കേരളം നടപ്പിലാക്കുകയുള്ളൂ എന്നും NEP-യിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കില്ലെന്ന നിലപാട് ലോകാവസാനം വരെ പാലിക്കാനാവില്ലെന്നും എന്നാൽ നയത്തിലെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. തമിഴ്നാട് ഈ ഫണ്ട് വാങ്ങിയിട്ടില്ല എന്നുള്ളത് തെറ്റായ ധാരണയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോടതിയെ സമീപിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ മാത്രം കാര്യമല്ലെന്നും സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഫണ്ടുകൾ ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സാമ്പത്തിക ഉപരോധം മറികടക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നതെന്നും ഒരു സ്കൂളും അടച്ചുപൂട്ടുകയോ ലയിപ്പിക്കുകയോ ചെയ്യില്ലെന്നും അദ്ദേഹം ഉറപ്പു നൽകി. പ്രധാനമന്ത്രിയുടെ പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ രീതിയാണെന്നും സ്കൂളുകളുടെ ബോർഡുകളിൽ PM ശ്രീ എന്ന് ചേർക്കുന്നത് സാങ്കേതികം മാത്രമാണെന്നും മന്ത്രി വിശദീകരിച്ചു. RSS നയങ്ങൾക്കെതിരെ പോരാട്ടം തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് MV ഗോവിന്ദനും പറഞ്ഞു. എന്തായാലും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. നമുക്ക് അവകാശപ്പെട്ട ഫണ്ട് വേണ്ടെന്ന് വെക്കാനാവില്ല. ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്ന് ഉറപ്പു നൽകുകയാണ്. മറ്റ് വകുപ്പുകളും ഒപ്പിട്ടിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് PM ഉഷയിൽ ഒപ്പിട്ടു. രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിൽ സംസ്ഥാനം ഒപ്പിട്ടിട്ടുണ്ട്. PM ശ്രീയിൽ ഒപ്പിട്ട കരാറിൽ അക്കാദമിക് കാര്യങ്ങളിലൊന്നും നിഷ്കർഷിച്ചിട്ടില്ല. NEP-യുടെ ഭാഗമാണ് PM ശ്രീ പദ്ധതി. ചില ആശങ്കകൾ നേരത്തെ ഉണ്ടായിരുന്നു. ആ സംശയങ്ങളിൽ കേന്ദ്രവുമായി ചർച്ച നടത്തി മന്ത്രി വി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. അതേസമയം PM ശ്രീ പദ്ധതി ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. CPIയെ ഇരുട്ടിൽ നിർത്തി തീരുമാനം എടുക്കാനാവില്ല. ഇതല്ല LDF-ന്റെ ശൈലി. ഇതാകരുത് LDF-ന്റെ ശൈലി. മുൻകൂട്ടി അറിയിക്കാതെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് മുന്നണി മര്യാദയുടെ ലംഘനമാണ്. ആരോടും ചർച്ച ചെയ്യാതെയാണ് തീരുമാനം എടുത്തതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മന്ത്രിക്ക് മാത്രമായി നയം മാറ്റാനാകില്ല. ഇത് ജനാധിപത്യത്തിന്റെ വഴിയല്ല. തിരുത്തപ്പെടണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. കർശന നടപടി വേണമോ എന്ന് 27-ന് ചേർന്ന പാർട്ടി എക്സിക്യൂട്ടീവിൽ തീരുമാനിക്കും. സർക്കാരിന് കാര്യം ബോധ്യപ്പെട്ടേ തീരുവെന്നും മുന്നണി കൺവീനർക്കും ഘടകകക്ഷികൾക്കും കത്ത് നൽകിയെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. UDF-ന്റെ ക്ഷണത്തെ അവജ്ഞയോടെ തള്ളുന്നുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അതേസമയം കരാർ റദ്ദാക്കണമെന്ന് CPI ദേശീയ സെക്രട്ടറി D രാജ പറഞ്ഞു. നേരത്തെ PM ശ്രീയിൽ ഒപ്പിട്ടതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആരോപിച്ചിരുന്നു. CPI ജനറൽ സെക്രട്ടറി D രാജയ്ക്ക് അയച്ച കത്തിലാണ് ബിനോയ് വിശ്വം ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മുന്നണി മര്യാദകൾ CPM ലംഘിച്ചു. വിദ്യാഭ്യാസ മന്ത്രി ഏകപക്ഷീയമായി തീരുമാനമെടുത്തുവെന്നും ദേശീയ നേതൃത്വം ഗൗരവത്തിൽ കാണണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. ധാരണാപത്രം ഒപ്പിട്ടതിലൂടെ LDF-ന്റെ കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടം ദുർബലപ്പെട്ടെന്നും ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു.